അപ്പോൾ നേരത്തെ നമ്മൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഡേസി ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ക്രോസ് ഉണ്ടാക്കുന്നതെന്ന്. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡേസി ഉണ്ടാക്കാതെ നമ്മൾ ഡയറക്റ്റ് ക്രോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഞാനിത് ഷഫിൾ ചെയ്യാം. അപ്പം നമുക്ക് ഓരോരോ എഡ്ജ് അതിൻ്റെ സെൻറ്ററിൽ മാച്ച് ചെയ്ത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ എഡ്ജ് വൈറ്റ് ഉള്ള എഡ്ജാണ് നമ്മൾ എടുക്കേണ്ടത്. വൈറ്റ് ക്രോസ് ആണ് ചെയ്യുന്നത്, അത് കാരണം നമ്മൾ ബ്ലൂവിൻ്റെ ഇതെടുത്തു. നമ്മളെപ്പോഴും യെല്ലോ ടോപ്പിലും വൈറ്റ് ബോട്ടമിലുമാണ് വെക്കേണ്ടത്. നമ്മൾ ബിഗിനേഴ്സിൽ ആദ്യമേ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു, നമ്മൾ ഇവിടെ ടോപ്പിലൊക്കെ വെച്ച് ചെയ്തു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ബോട്ടം ക്രോസ് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ഡേസി അവോയ്ഡ് ചെയ്യുന്നു, ക്രോസ് താഴെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമാവും. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വേഗം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതും കൊണ്ട് നമ്മുടെ ടൈം കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ നമുക്ക് എഡ്ജ് എടുക്കുക. ബ്ലൂവും വൈറ്റുമാണ്. അപ്പോൾ ബ്ലൂ ഫ്രണ്ട് കളറായ കാരണം അതിൻ്റെ എഡ്ജുമായിട്ട് സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുക. മാച്ചായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈറ്റ് ടോപ്പായ കാരണം നമുക്കത് ഈസിയാണ്. നമ്മൾ ജസ്റ്റ് 2 പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ മാച്ചായി. ഇനി അടുത്ത എഡ്ജ് നോക്കുമ്പോൾ താണ്ടെ ഓൾറെഡി മാച്ച് ആയിരിക്കുകയാണ്. വൈറ്റ് ടോപ്പിലായ കാരണം ജസ്റ്റ് 2 പ്രാവശ്യം തിരിച്ചെങ്കിൽ മാച്ചായി. നമുക്ക് അടുത്ത വൈറ്റ് എഡ്ജ് നോക്കുമ്പോൾ താണ്ടെ ഇവിടെയുണ്ട്. ഇത് നോക്കുമ്പോൾ ടോപ്പിൽ തന്നെയാണ്, പക്ഷേ വൈറ്റ് മേളിന് പകരം താഴെ ഫ്ലിപ്പാണ്. അപ്പോൾ ഫ്ലിപ്പിൽ നമ്മളെങ്ങനെ ചെയ്യേണ്ടത്? ഫ്ലിപ്പിൽ നമ്മൾ ഇപ്പോൾ ടോപ്പ് കളർ ഗ്രീൻ അല്ലേ, അപ്പോൾ ഗ്രീൻ്റെ സെൻറ്ററുമായിട്ട് മീൻസ് അതിൻ്റെ തൊട്ട് മേളിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് തൊട്ട് റൈറ്റ് സൈഡിലോട്ട് ഇവിടെ ഈ സാധനം നമ്മൾക്ക് ഈ എഡ്ജ് നമ്മൾ ഇവിടെ കൊണ്ടുവരിക. ഇവിടെ ഒന്ന് റൈറ്റിലോട്ട് തിരിച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് താഴോട്ട് ഒരു പ്രാവശ്യം തിരിക്കുക. ഈ താഴോട്ട് തിരിക്കുമ്പോൾ നമ്മുടെ ഈ ഓറഞ്ച് ഓൾറെഡി മാച്ച് ആയിരിക്കുന്നത് പോകും. അത് കുഴപ്പമില്ല, നമുക്കത് തിരിച്ച് ഫിക്സ് ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ എഡ്ജ് പീസ് ഇങ്ങനെ മാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ ഇവിടെ മാച്ചാവും. അപ്പോൾ തന്നെ നമ്മുടെ ഈ മാച്ചായത് പോയത് ഈ ഒരു ഓറഞ്ച് ഉണ്ട്, അത് നമ്മൾ തിരിച്ച് പഴയതുപോലെ ആക്കുമ്പോൾ ഓറഞ്ചും തിരിച്ച് വരും, ഗ്രീനും മാച്ചായി. അടുത്ത റെഡും അതേ കേസ് തന്നെയാണ്. അപ്പോൾ റെഡും നമുക്ക് അതേപോലെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു പ്രാവശ്യം ഇങ്ങോട്ടേക്ക് തിരിക്കുക. റെഡിൽ ഇങ്ങനെ താഴോട്ടും തിരിച്ച് മാച്ചാക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറകോട്ട് പോകും. അത് കുഴപ്പമില്ല, നമുക്ക് തിരിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിനി ഇത് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തിരിക്കുക. ബാക്കിലുള്ള ഈ എഡ്ജ് തിരിച്ച് പഴയതുപോലെ ആക്കുക. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ബോട്ടം ക്രോസ് എളുപ്പത്തിൽ വേഗം നമുക്ക് ഡേസി ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പം ആദ്യത്തെ എഡ്ജ് മാച്ച് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം തിരിച്ചാൽ ആ മാച്ചായി. അടുത്തത് ഇവിടെയാണ്. അത് ഓൾറെഡി നമുക്ക് ഇവിടെ മാച്ച് ആയിരിക്കുന്ന കാരണം നമുക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം തിരിച്ചാൽ തന്നെ ഇത് മാച്ചാവും. കണ്ടോ? കാരണം നമുക്ക് ഓൾറെഡി മാച്ചാണ്. സെക്കൻഡ് ലെയറിലായാലും ഇത് ഓൾറെഡി മാച്ചാണ്. നമുക്കൊന്ന് താഴോട്ട് നോക്കുക. ഇവിടെ വൈറ്റ് ഉണ്ടെങ്കിലും അത് മാച്ച് അല്ല, ഇത് വൈറ്റും ബ്ലൂവിൻ്റെയാണ്, പക്ഷേ ഗ്രീൻ സെൻറ്ററാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒന്ന് താഴോട്ടാക്കിയാൽ മാച്ചാവും. അപ്പോൾ നമുക്ക് 2 എണ്ണമായി. ഇനി അടുത്ത എഡ്ജ് ഇവിടെയാണ് ഉള്ളത്. താഴെ ഉള്ളപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഡയറക്റ്റ് മേളിലോട്ട് കൊണ്ടുവരാം. സെൻറ്ററുമായിട്ട് ഓൾറെഡി അടുത്ത് നിൽക്കുന്ന കാരണം നമ്മളിത് റൈറ്റിലോട്ട് മാറ്റുക. ഇത് താഴോട്ടാക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രീൻ മാച്ചാക്കിയത് പുറകോട്ട് പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പഴയത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഇരിക്കുക. അതിൻ്റെ ഇത് പഴയതുപോലെ ആക്കാൻ വേണ്ടിയുള്ള ഓർമ്മ ഉണ്ടാവണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ഇതും തെറ്റും, പിന്നെ ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ അത് സോൾവ് ആകും, പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് സോൾവ് ആക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ തിരിച്ച് പഴയതുപോലെ ആക്കി. അപ്പോൾ 3 ഇപ്പോൾ ഇവിടെ സോൾവായി. ഇനി അവസാനത്തത് ബ്ലൂ ഇവിടെ മിഡിൽ സ്ലോട്ടിലാണ്, ആ മാച്ച് ആയിട്ടുമില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കുന്നവരെ നമ്മളൊരു ലെഫ്റ്റ് ആൽഗ്രത്ത് ഒരു പ്രാവശ്യം ചെയ്തു, അതുമ്പോൾ ടോപ്പിൽ വരും. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് കളർ ഫ്രണ്ടുമായിട്ട് മാച്ച് ചെയ്യുക. 2 പ്രാവശ്യം തിരിച്ചു. ബോട്ടം ക്രോസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു ബോട്ടം ക്രോസ് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിച്ചത് കാരണം
നമ്മുടെ ഈ ഡേസി ഇല്ലാതെ നമുക്ക് ചെയ്യാം, താഴെ വെച്ചോണ്ട് ചെയ്യാം. അതാകുമ്പോൾ അടുത്ത ഫസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ നമുക്ക് വേഗം ഷിഫ്റ്റ് ചെയ്തിട്ട് വേഗം സ്പീഡ് നമ്മുടെ കുറേ കൂടും. സ്പീഡ് കൂടുന്നത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ 5 മിനിറ്റ്സ് ആയിരുന്നു ഫിംഗർ ട്രിക്സ് പഠിച്ച് കഴിയുമ്പോൾ അത് 3 ആയി. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്രോസും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു 2.5 ആവും, എന്നുവെച്ചാൽ ഒരു 2.5 മിനിറ്റ് ആവും. ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് നമുക്കിനിയും ഫാസ്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനിയും സ്പീഡിൽ ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത്.